Bagari. ഈ ഇടവകയുടെ മധ്യസ്ഥൻ വിശുദ്ധ യൗസപിതാവാണ്. അപ്പോൾ യൗസപിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളിയിൽ ഇപ്പോൾ നമുക്ക് ഈ പ്രധാന പള്ളി കൂടാതെ, ഇടവക പള്ളി കൂടാതെ 12 നടത്തുപള്ളികളുണ്ട്. അതിൽ ഒരെണ്ണം ക്ലാസ് റൂമിലാണ് നമ്മൾ, അങ്ങനെയാണ് ഓരോ നടത്തുപള്ളികളും രൂപീകരിക്കുക. അടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ സ്കൂള്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഏതെങ്കിലും ക്ലാസ് റൂം, അല്ലെങ്കിൽ ആദ്യം ഒരു വേദോപദേശ പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു റൂമൊക്കെ ഉണ്ടാക്കും. അവിടേക്കാണ് അങ്ങനെ ഇങ്ങനെ നമ്മൾ തുടങ്ങുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ 2 സ്ഥലത്ത് വേദോപദേശം പഠിപ്പിച്ചിരുന്ന ക്ലാസ് റൂമുകൾ ഇപ്പോൾ ഒരുവിധം പള്ളിയാക്കി രൂപാന്തരക്കൊണ്ടിരിക്കുന്നു. ഒരു പള്ളി വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. വേറൊരു പള്ളി ഒരു കുന്നിൻ്റെ മുകളിലാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര കുണ്ടും കുഴിയും ഇതൊക്കെയാണ്. പക്ഷേ അവരിപ്പോൾ വളരെ സജീവമായിട്ട് നല്ല ആക്റ്റീവായിട്ട് വന്നുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാം മിക്കവാറും മാസത്തിൽ 2 ദിവസം 2 ഞായറാഴ്ചകൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. എല്ലാ പള്ളിയിലും നമുക്ക് കുമ്പസാരക്കൂടൊന്നും ഉണ്ടാവില്ല. ഞാൻ അവിടെ വന്നിട്ട് തന്നെ ഒരു 4 കുമ്പസാരക്കൂടുകളും മറ്റുള്ള പ്രധാനപ്പെട്ട പള്ളികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. നമ്മുടെ തന്നെ ഇവിടെ ഇതിന് വിളിച്ചൊരു മോഡലൊക്കെ കാണിച്ചു കൊടുത്ത് അവർ ഉണ്ടാക്കി കൊടുത്തു. അവർ അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ്, പ്രത്യേകിച്ച് കൊറോണയൊക്കെ വന്ന സമയത്ത്. അപ്പോഴും ചില സ്ഥലത്ത് ഞാൻ ഈവൻ തുണി കെട്ടിയിട്ടൊക്കെ നമ്മൾ ഇതിനെ കുമ്പസാരിക്കാനായിട്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയില്ല, നമ്മളും നമ്മുടെ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ അടുത്തുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലായിരിക്കും നമ്മൾ, കാരണം പള്ളിയുടെ അകത്ത് ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കും, അവർ കൊന്ത ചെല്ലുന്നുണ്ടായിരിക്കും കുർബാനയ്ക്ക് മുമ്പ്. അപ്പം നമ്മൾ പിന്നെ സ്ഥലം കാണുന്നത് കുറച്ച് നീങ്ങിയിട്ടുള്ളത് അടുത്തുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലായിരിക്കും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ കുമ്പസാരം കേൾക്കും. കുമ്പസാരം കേട്ട് കഴിഞ്ഞ് അവർക്ക് പാവമോചനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രായശ്ചിത്തം നിറവേറ്റുന്നത് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് വല്ല മതിലിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ ചുമരിൻ്റെ സൈഡിൽ നിന്നിട്ടായിരിക്കും അവർ അത് ചെയ്യണത്. അതവർ വളരെ കൃത്യമായിട്ട് അവർ അതിനെക്കുറിച്ച് അവെയറാണ് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് പശ്ചാത്തലിച്ച് പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് അവർ വന്നിരിക്കും. കുമ്പസാരം എല്ലാ ഞായറാഴ്ചയും അവർക്ക് കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ 8:30 കുർബാന എന്നുണ്ടെങ്കിൽ നമ്മളൊരു 8 മണിക്കെങ്കിലും നമ്മൾ പള്ളിയിലെത്തും. അതുപോലെ തന്നെ മൂന്നാമത്തെ കുർബാനയ്ക്ക് മിക്കവാറും കുഴപ്പമുണ്ടാവില്ല. ഇത്തിരി വൈകിയാലും അവർക്ക് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ 12:30 മൂന്നാമത്തെ കുർബാന എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുർബാന 8:30, രണ്ടാമത്തെ കുർബാന 10:30, പിന്നെ 12 മണി അല്ലെങ്കിൽ 12:30 അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ കുർബാനയുള്ള സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ ഇരിക്കാൻ പറ്റിയെന്ന് കുമ്പസാരിക്കാൻ പറ്റും. കാരണം ഇവിടുത്തെ കുർബാന 2 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം 1.5 മണിക്കൂർ പാട്ടും ഡാൻസൊക്കെ ആകുമ്പോൾ അത് കുറയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് മസ്റ്റാണത്. അത് ഡാൻസും പാട്ടൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖം ചിലപ്പോൾ വാടുന്നത് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് നമ്മൾ ഒരു പാട്ട് വലിയ ആഘോഷമുള്ളതൊക്കെ നമ്മൾ കുറയ്ക്കാമെന്നൊക്കെ പറയും. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ അങ്ങോട്ട് അനുവദിച്ച് കൊടുക്കും അങ്ങോട്ട്. അപ്പോൾ ഒരു ആദ്യത്തെ കുർബാന 8:30 ആണെന്നുണ്ടെങ്കിൽ 8 മണിക്ക് നമ്മളവിടെ എത്തി അരമണിക്കൂറാണ് കുമ്പസാരിക്കായിരുന്നു. ആൾക്കാർ വരും, അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞ് പിന്നെ 8:30 ആകുമ്പോൾ ചിലപ്പോൾ 8:45 വരെയൊക്കെ ഇരിക്കുന്നു. ചിലപ്പോൾ ആ നേരത്തെ കയറി വന്ന് വയസ്സായപ്പോൾ ഒരു വടിയും കുത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാരണം അവരും കുന്നിൻ്റെ മുകളിൽ നിന്ന് കയറി അവർക്ക് കയറി നടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് അവരിട്ടിട്ട് പോകാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോകും. കുർബാന ചൊല്ലി കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ 10:30 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നമ്മൾ മൂന്നാമത്തെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ പറയും, അച്ഛാ ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല, കുർബാന കഴിഞ്ഞാലും കുഴപ്പമില്ല, ആദ്യം ഞങ്ങൾക്ക് കുമ്പസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെ 3 കുർബാന നമ്മൾ ഞായറാഴ്ചകളിൽ, ചിലപ്പോൾ നാലാമത്തെ കുർബാനയ്ക്ക് 2 മണിക്ക് ശേഷം നമ്മൾ പോവാറ്. ചിലവർക്ക് ഭയങ്കര തീക്ഷ്ണതയോടുള്ളവർക്ക് പറയും, അച്ഛാ 2 മണിയായാലും കുഴപ്പമില്ല വന്നോളം പറയും. അപ്പോൾ അതിന് നമ്മൾ പോകാറില്ല ഇപ്പോഴത്തെ കണ്ടീഷനുണ്ട്. മറ്റുള്ള ഇടവകളൊക്കെ ചിലർ നമ്മൾ പോയിട്ടുമുണ്ട് പണ്ടത്തൊക്കെ. അവർ ചിലപ്പോൾ 3 മണി 4 മണിക്കൊക്കെയാണ് തിരിച്ചു വരിക. രാവിലെ കാപ്പി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ
അപ്പോൾ ഈ ഞായറാഴ്ചകളത്തെ ഈ കുർബാന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് അപ്പോൾ എല്ലാ പള്ളിയിലും നമുക്ക് എത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ മെയിൻ സെൻറ്ററിലും പിന്നെ ഈ രണ്ടാമത്തെ കുർബാന ഇതിലും അവിടെ ഒരു കുർബാനയേ ഉള്ളൂ. എല്ലാ ഞായറാഴ്ച അവർക്ക് കുർബാന ഉണ്ട്. അവർക്ക് വളരെ സന്തോഷമാണ്, അവർക്ക് അതിൽ കൂടുതൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വം, അതുപോലെ അതിനേക്കാളധികം വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് അവരതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങും. പ്രത്യേകിച്ച് ബുധനാഴ്ചയും ശനിയാഴ്ചകളും ഗായക സംഘം വന്ന് അതിനു വേണ്ടി അവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും വന്ന് അവർ പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വളരെ ആഘോഷമായിട്ട് ഞായറാഴ്ച ദിവസം ദ്വീപിൽ അർപ്പിക്കുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മണിക്കൂറൊക്കെ നമ്മൾ പള്ളിയിൽ പോയി എന്ന് വരുമ്പോഴേക്കും നമ്മൾ വാച്ച് നോക്കുന്ന അങ്ങനത്തെ ഒരു ഇത് തോന്നാം. പക്ഷെ ഇവിടെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ദൈവത്തിന് വേണ്ടി ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കണ്ട. രാവിലെ പോയി കഴിഞ്ഞാൽ ഈവൻ കുട്ടികളാണെങ്കിൽ അതെ, അവർക്ക് സ്കൂളൊന്നും ഇല്ലെങ്കിൽ അവർ പള്ളിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം ആയാലും പോവില്ല. അവരങ്ങനെ ആ നേരത്തെ അങ്ങനെ ഭക്ഷണത്തിൻ്റെ വിശപ്പിൻ്റെ അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. രാവിലെ വന്ന് ഒരു 8 മണി 9 മണി ആകുമ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുർബാനയിൽ പങ്കെടുത്ത് അവിടുന്ന് കൊടുന്ന് ചിലപ്പോൾ വല്ല മിഠായി എന്തെങ്കിലും അടുത്തുള്ള കടയിൽ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ വൈകുന്നേരം 3 മണി 4 മണി പിന്നെ നമ്മളിപ്പോൾ ചിലപ്പോൾ പറഞ്ഞു വിടേണ്ടി വരും. അതിന് നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ കാപ്പ അമ്മയൊക്കെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിടേണ്ടി വരും. അങ്ങനെയാണ് അവരുടെ ആ ഒരു രീതി. പിന്നെ അപ്പന്മാരമ്മമാരോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഗായക സംഘത്തിൽ, കാരണം അവരെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച സാബത്ത് ദിവസം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ അതിന് അനുഗ്രഹം കിട്ടും, ഷുവർ. അപ്പോൾ അത് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ പ്രത്യേകിച്ച് പ്രാക്ടീസിന് വിളിക്കൊന്നും വേണ്ട. ഞായറാഴ്ച ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അന്ന് നേരത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി അവർ പ്രത്യേകം തയ്യാറെടുത്തിട്ട് അതിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി തന്നെയായിരിക്കും അവർ വരിക. നമ്മുടെ തിരുവാലസഖ്യം അല്ലെങ്കിൽ യൂത്ത് അവർ ഓരോ ഞായറാഴ്ചകൾ ഇങ്ങനെ മാറി മാറി പ്രദർശനമായിട്ടായിരിക്കും അച്ഛനെയും മറ്റേ ആൾത്താര ശുശ്രൂഷയൊക്കെ കൊണ്ടുവരിക ആൾത്താരയിലേക്ക്. അത് ഏത് നടത്തുപള്ളിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, വളരെ ആഘോഷമായിട്ട് കുട്ടികൾ പാട്ടും ഡാൻസൊക്കെ പാടി വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് നമ്മളെന്തെങ്കിലും ചെയ്യണം. 2-3 കുർബാനയ്ക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഇവരുടെ ഡാൻസും അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറേ കൂടിയും ശക്തിയും അതുപോലെ തന്നെ ഊർജ്ജമൊക്കെ കിട്ടുന്ന പോലെയാണ്. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് ആചാരം ചെയ്ത് ദ്വീപിലി ആരംഭിക്കുകയാണ്. ദ്വീപിലി അർപ്പിക്കുമ്പോൾ അതിൽ തന്നെ പല ഘട്ടങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മൾ ലത്തീൻ കുർബാനയാണ് നമ്മളിവിടെ, നമ്മുടെ നാട്ടിൽ സീറോ മലബാർ അല്ല, ഇവിടെ ലത്തീൻ കുർബാനയാണ് നമ്മൾ അച്ഛന്മാർ ഇവിടുത്തെ ലത്തീൻ റീത്തിൽപ്പെട്ട രൂപതയാണത്. അപ്പോൾ നമ്മൾ ലത്തീൻ കുർബാനയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്രമങ്ങളിലൂടെ നമ്മൾ പാട്ടും ഡാൻസും അതുപോലെ തന്നെ ബൈബിൾ വായനയും എല്ലാതും അങ്ങനെയായിരിക്കും. അപ്പോൾ അത് തന്നെ നമുക്ക് കുറേ കൂടി നല്ലതാണ്. കാരണം നമുക്ക് നമ്മുടെ കുർബാന പ്രത്യേകിച്ച് അച്ഛന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥനകൾ അധികം ചെല്ലേണ്ടി വരുന്നില്ല. കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലി പിന്നെ അവരുടെ പാട്ടും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇതിൻ്റെ റീഡിങ്സും പിന്നെ നമുക്ക് ഹോമിലി പറയാൻ അങ്ങനെയൊക്കെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ തന്നെ ജനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇവരുടെ കാഴ്ച സമർപ്പണം അത് വളരെ എല്ലാവർക്കും നാട്ടിൽ നിന്ന് വരുന്ന അച്ഛന്മാരൊക്കെ വളരെയധികം അഭിനന്ദിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു കൊച്ചു കുട്ടി പോലും പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ ആ കൊച്ചു അത് അമ്മച്ചിയുടെ ഒക്കത്ത് കൊണ്ടിട്ടേക്കും വരിക. വന്നിടുമ്പോൾ തന്നെ ആ കൊച്ചിയെ കൂട്ടിനെ കൊണ്ടും ചെറുപ്പത്തിലെ തന്നെ എന്തെങ്കിലും ഓഫർട്ടറി കാഴ്ച സമർപ്പിക്കാനായിട്ട് ചിലപ്പോൾ 1 ഷില്ലിങ് അല്ലെങ്കിൽ 2 ഷില്ലിങ് ഇപ്പോൾ 5 ഷില്ലിങ് ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അത് കൊടുത്ത് അവരെ ആ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ ദൈവത്തെ സേവിക്കണം അല്ലെങ്കിൽ ദൈവത്തിന് എങ്ങനെ നന്ദി അർപ്പിക്കണം എന്നുള്ള ആ ഒരു ബോധ്യങ്ങൾ പാരൻസ് നന്നായിട്ട് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദ്വീപിലി അർപ്പണം കഴിഞ്ഞാൽ തന്നെ അവർക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ സമാധാനം കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിരിഞ്ഞ്, പക്ഷെ ഇവർ ഷെയ്ക്കൻ്റൊക്കെ കൊടുത്ത് എല്ലാവരും നോക്കി ചിരിച്ച് ചിലപ്പോൾ രസമാണ് കാണാനൊക്കെ ആയിട്ട് കൈ രണ്ടും കൂടി അടിച്ച് അങ്ങനെ നല്ല ഇതാണ് അവരെ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടിയും അവർ ഒരുമിച്ചാണെന്നുള്ളൊരു ബോധ്യം കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ ആക്റ്റീവായിട്ട് ഈശോ പറഞ്ഞിട്ടോ മത്തായി 18-19 പറയുന്നുണ്ട് 2-3 പേർ ഒരേ
മനസ്സോടുകൂടി എന്തൊക്കെ നമ്മൾ ചോദിച്ചു, അത് ആ ഒരു ഒരുമയാണ് അവർ കാണിക്കുന്നത്. അതിൽ പിതാവായ ദൈവത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അവർ ഒരുമിച്ചാണ്. അവിടെ ഒരു വേറൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ പീഡനം ഒന്നുമില്ല അവിടെ. അവർ ഒരുമിച്ചാണെന്നുള്ള ബോധ്യമാണ്. അതുപോലെ തന്നെ കൊയർ മെമ്പേഴ്സ്, നമുക്കറിയാം ഗായക സംഘം നമ്മുടെ നാട്ടിലാണെങ്കിൽ 2-3 പേരൊക്കെ ആയിരിക്കും ഒരുമിച്ച് നിന്ന് പാട്ട് പാടുക, അവരെല്ലാം മൈക്കുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഞങ്ങളുടെ അടുത്തുള്ള ഇടവകലത്തെ പള്ളിയിൽ അങ്ങനെ കൊയർ മെമ്പേഴ്സിന് അധികം മൈക്കൊന്നുമില്ല. കീബോർഡിൽ പിയാനോ വായിക്കുന്നിടത്ത് മൈക്കുണ്ടായിരിക്കും, അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ കൊയർ മെമ്പേഴ്സിന് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് പാടുന്നത്. മറ്റുള്ള ജനങ്ങളും ഒരുമിച്ചാണ് പാടുന്നത്. അപ്പോൾ അത് അവരുടെ ഒരുമയാണ് കാണിക്കുന്നത്. അങ്ങനെ വളരെ ഹാർമോണിയസ് ആയിട്ട് നമ്മൾ പാട്ട് പാടുമ്പോൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ പോലെ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് തുല്യമായിട്ടാണ് അവർ പാടുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ രസമായിട്ട് ശരിക്കൊരു ചില സമയത്തൊക്കെ നമുക്ക് ശരിക്കും ഒരു സ്വർഗീയ അനുഭൂതിയാണ് നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുക. അത് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ നേരത്തെ വന്നിട്ട് ആഴ്ചയിൽ 2 ദിവസമൊക്കെ വന്ന് സമയം ചിലവാക്കി, ചിലപ്പോൾ 2-3 അവറൊക്കെ, ചിലപ്പോൾ ശനിയാഴ്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ 3 മണി വരെ പ്രാക്ടീസാണ്, കൊയർ പ്രാക്ടീസാണ്. അപ്പോൾ ഒരേ പാട്ട് തന്നെ ചിലപ്പോൾ അത് ക്ലിയർ ആവുന്ന വരെ കുറേ സമയം എടുത്തിട്ട് തന്നെ അവർ പ്രാക്ടീസ് ചെയ്യണം കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ അവരെന്തുമാത്രം ദൈവത്തിന് സമയം ചിലവാക്കുക, അതിനുവേണ്ടി അവർക്കൊരു മടിയില്ല. അപ്പോൾ അത് നമ്മളെയൊക്കെ ഒത്തിരിയേറെ ഉത്തേജനം നൽകുന്നതാണ് ദൈവത്തിന് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ദൈവബലി പങ്കെടുക്കും വളരെ ലൈവായിട്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രസംഗം പറയുമ്പോഴാണെങ്കിൽ തന്നെ നമ്മുടെ അങ്ങനെ സമയം ലിമിറ്റൊന്നുമില്ല. നമ്മൾ എന്ത് പറയുന്നു അത് കേൾക്കാനും അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെയാണ്. എത്ര സമയമാണ് ചിലപ്പോൾ ഇവിടുത്തെ അച്ഛന്മാരൊക്കെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ നമ്മൾ ആരും വായിച്ച് നോക്കി അങ്ങനെ പോകുന്ന പരിപാടിയൊന്നുമില്ല. അവർക്ക് വളരെ രസമായിട്ട് അവരിന്ന് കേട്ട് അച്ഛൻ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട്. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. വെറുതെ കേട്ടു പോവല്ല. അവരത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ പ്രാവശ്യം ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ ഇടവകയിൽ എല്ലാ വെള്ളിയാഴ്ചകളും ആരാധനയുണ്ട്. അപ്പം നമ്മൾ ഞായറാഴ്ച പറയും വെള്ളിയാഴ്ച ആരാധനയ്ക്കും കൂടി വരുന്നത് നല്ലതാണ്, കാരണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. കാരണം പുറപ്പാടിൻ്റെ പുസ്തകം 23-25 പറയുന്നുണ്ട്, എന്നെ ആരാധിക്കുന്നവർ ആരൊക്കെ എന്നെ ആരാധിക്കുന്നു അവരുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ അനുഗ്രഹിക്കും. അപ്പം അവരിൽ നിന്ന് ഞാൻ അസുഖങ്ങളൊക്കെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യുന്നു. ആ വചനമൊക്കെ നമ്മൾ കോട്ട് ചെയ്ത് നമ്മൾ പറയുമ്പോൾ അവർ ശരിക്കും അത് കേൾക്കുന്നുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകൾ ആരാധനയ്ക്ക് ഒത്തിരി പേരെ വരും. അവരതുപോലെ പങ്കെടുത്ത് ദൈവത്തെ ആരാധിച്ച് കുറേ പേര് സാക്ഷ്യങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ ഞാൻ ആരാധനയ്ക്ക് പങ്കെടുത്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയി, മക്കൾ കൂടുതലൊക്കെ ദൈവത്തിലേക്ക് അടുക്കാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് കുറേ പേർക്ക് ജോലി കിട്ടി തുടങ്ങി. അപ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്, നമുക്കും കൂടി കുറേ കൂടി ബോധ്യം കിട്ടും. അതാണ് നമുക്ക് എൻ്റെ വിശ്വാസത്തിൽ വളരാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ വീട്ടിലൊക്കെ കുറേ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അമ്മച്ചിയിലൂടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈശോ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം തരുന്നതൊക്കെ. പക്ഷെ ഇവിടെ വന്ന് ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ കയറി നമ്മൾ ദൈവബലി അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് ദൈവത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരതുപോലെ അനുസരിച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കത് വളരെയധികം വിശ്വാസത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ആ ദിവസങ്ങളാണ് നമ്മൾ വീടുകളിൽ കുർബാനയ്ക്ക് പോവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 അച്ഛന്മാരുള്ളത് കൊണ്ട് രാവിലെ എല്ലാ ദിവസവും ഇവിടെ മെയിൻ ഇടവപ്പള്ളിയിൽ നമുക്ക് കുർബാനയുണ്ട് 6:30-ക്ക്. അപ്പോൾ മറ്റുള്ള വീടുകളിൽ അവർ കുർബാന അവർ പ്രിഫർ ചെയ്യുക 10 മണിക്ക് അല്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നന്ദി പറയാം. ഇപ്പോൾ ആരെങ്കിലും രോഗിയായിരുന്നു, അവർ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അച്ഛന്മാർ വന്ന് പ്രാർത്ഥിച്ചു, അവർക്ക് രോഗസൗഖ്യം കിട്ടി, അപ്പോൾ താങ്ക്സ് ഗിവിങ് മാസ് എന്ന് പറയും. അല്ലെങ്കിൽ അവരുടെ മക്കൾ തന്നെ ഗ്രാജുവേറ്റ് കഴിഞ്ഞാൽ അവരുടെ പഠനം പൂർത്തിയാക്കി അവർക്ക് നല്ല റിസൾട്ട് കിട്ടി, അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ വലിയ ആഘോഷമാണ് അവർ. കാരണം അത് ദൈവത്തിൻ്റെ കൃപയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് എൻ്റെ മക്കൾക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ വളരെ വലിയ ബോധ്യമുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു മിക്കവാറും ആൾക്കാരെ അത് ചെയ്യും. Waliponiambia napende furahi sana waliponiambia
അച്ഛനെ വിളിച്ച് ഈശോ ആണ് വരുന്നതെന്ന് അവർക്കറിയാം. ഈശോ വന്ന് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇനിയും കൂടുതൽ അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള ഒരു വലിയ മാർഗ്ഗമാണ് വിശുദ്ധ ബലി. ഈശോയ്ക്ക് വീട്ടിലേക്ക് അത് ഞങ്ങളൊക്കെ പറയാറുണ്ട്. അത് ഞങ്ങളുടെ വീട്ടിലൊന്നും ഇതുപോലെ വന്ന് വീട്ടിൽ വന്ന് കുർബാന ചെല്ലാനുള്ള അവസരം ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഭാഗ്യവന്മാരാണ്. കാരണം ഈശോ ഇവിടെ വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മളോട് കൂടി ആയിരിക്കാൻ, നമ്മളോട് സംസാരിക്കാനൊക്കെ ഈശോ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ തന്നെ അവർ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ കുർബാന ഉണ്ടെങ്കിൽ ആ കുടുംബ യൂണിറ്റിലത്തെ എല്ലാ ആൾക്കാരും പിന്നെ അവരുടെ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ അവർ വന്നു. അതിപ്പോൾ നമ്മളെ ക്രിസ്ത്യൻസ്, കാത്തലിക്സ് മാത്രമല്ല, മറ്റുള്ള ഡിനോമിനേഷൻസും അവർ വരും അവിടെ പള്ളിയിൽ പങ്കെടുക്കുക. അപ്പോൾ ആ ഒരു സമയമാണ് നമുക്ക് നമ്മുടെ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കാൻ കിട്ടുന്ന അവസരം. അതുപോലെ തന്നെ ഫ്യൂണറൽ, നമ്മുടെ മൃതസംസ്കാരത്തിൻ്റെ ചടങ്ങ്, അവിടെ അവർക്ക് ഞാൻ കത്തോലിക്കനാണ്, അവർ പ്രൊട്ടസ്റ്റൻ്റാണ്, അങ്ങനത്തെ ഒരു ഇതൊന്നും നോട്ടമൊന്നുമില്ല. അവിടെ അങ്ങനെ വ്യത്യാസമില്ല. എല്ലാവരും ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ എല്ലാ മതസ്ഥരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്രിസ്ത്യൻസാണ്. ഒട്ടുമിക്കവാറും അവിടെ ക്രിസ്ത്യൻസ് തന്നെയാണ്. പക്ഷേ പല ഡിനോമിനേഷൻസ് ആയിരിക്കും. അപ്പോൾ അവർ എല്ലാവരും വരും, പങ്കെടുക്കും. അപ്പോൾ അതിൽ ഞാനത് ഓർക്കുന്നുണ്ട് ഒരു കാര്യത്തിൽ. ഒരു ചേച്ചി, ഞാൻ ഇവിടെ ഡോഞ്ഞസഭയ്ക്ക് പാരിഷിലുണ്ടായ സംഭവമാണ്. ഞാനതൊന്നും ഓർക്കുന്നില്ല. എന്തോ നമ്മളുടെ ഒരു പ്രസംഗം കേട്ട് അവിടുത്തെ സിസ്റ്റേഴ്സാണ് പറഞ്ഞത്, അച്ഛാ ഇവള് മാമോദിസം ഇങ്ങനെയല്ല, ഇവള് വേറെ ഡിനോമിനേഷനിലായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ഒരു ബറിയൽ സെറിമണിയിലത്തെ ഒരു പ്രസംഗം കേട്ടിട്ട് അവൾ മാമോദിസം സ്വീകരിച്ച് ഇപ്പോൾ കത്തോലിക്ക എന്ന്. അപ്പം നമ്മളറിയാതെ തന്നെ കർത്താവ് നമ്മളോട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വിട്ടുകൊടുത്താൽ മതി. കഴുതി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ കൊണ്ട് കർത്താവിന് പോകേണ്ടടത്തേക്ക് നമ്മൾ പൊക്കോളും. അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഫ്യൂണറലിൻ്റെ സമയത്തും ഉണ്ടായ സംഗതി ഞാൻ ഓർക്കാണ്. ആ ഒരു 2 വർഷം മുമ്പ് വീട് വെഞ്ചരിപ്പിന് പോയിക്കുന്ന സമയത്ത്, അപ്പോൾ നമുക്കറിയാം ഈ 60-70 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുന്നിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പള്ളി വരണമെന്നില്ല അവർ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അപ്പാപ്പനെ ആരും നിർബന്ധിച്ചിട്ടില്ല മാമോദിസം മുക്കാനായിട്ട്. അപ്പം നമ്മൾ വീട് വെഞ്ചരിപ്പിന് ചെന്ന് ചോദിച്ചപ്പോഴാണ് അറിയണത് അപ്പാപ്പൻ മാമോദിസം മുക്കിയിട്ടില്ല. അപ്പോൾ അപ്പാപ്പനോട് കാര്യം മനസ്സിലാക്കി അപ്പാപ്പനോട് പറഞ്ഞു, ഒരുങ്ങാൻ പറഞ്ഞു. കാറ്റഗിസിനെ ഉപദേശിച്ചിനെ പറഞ്ഞു ഒരുക്കി. നമ്മൾ പിന്നത്തെ അടുത്തുള്ള ഔട്ട് സ്റ്റേഷനിൽ അവിടുത്തെ കുടുംബസമ്മേളന യൂണിറ്റിൽ വീട് വെഞ്ചരിപ്പിന് അടുത്ത ദിവസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നത്തെ ആഴ്ചയിലാണെന്ന് പോയത്. അവിടെ ഈ അപ്പാപ്പനെ പതുക്കെ ഇവർ താങ്ങി പിടിച്ച് അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ആ കുടുംബസമ്മേളനത്തിൻ്റെ എല്ലാ വീടുകളും വെഞ്ചരിപ്പ് കഴിഞ്ഞ് കുർബാന നടത്തുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ഈ മാമോദിസം മുക്കാത്തൊരു കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ കൊണ്ടുവന്ന് ഈ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ മാമോദിസം മുക്കാണ്. അങ്ങനെ മാമോദിസം മുക്കി നമ്മൾ തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞൊരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു ഫ്യൂണറൽ എന്ന് പറഞ്ഞ മൃതസംസ്കാരം ചെന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് അവിടെ ഇവിടുത്തെ ഫ്യൂണറലിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മാമോദിസ കാർഡൊക്കെ കൊണ്ടുവരും. അപ്പോൾ ആളുടെ ഒരു ചെറിയൊരു എങ്ങനെയാണ് ആളുടെ ജീവിതം, എന്ന് ജനിച്ചു, എന്ന് മാമോദിസ സ്വീകരിച്ചു, എന്ന് കല്യാണം നടത്തി പള്ളിയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അവരുടെ ജോലി എന്തൊക്കെ ചെയ്യുന്നതൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതോടുകൂടി മാമോദിസ കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമോദിസ കാർഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് മരിച്ചത് ഇപ്പോൾ ഈ ദിവസങ്ങൾ മരിച്ചേക്കാണ്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എഴുതിയിരിക്കണതാണ് ബാപ്റ്റൈസ്ഡ് 1 വർഷം മുമ്പ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ് മാമോദിസ കൊടുത്തത്, എൻ്റെ അച്ഛൻ്റെ പേര് എഴുതിയിരിക്കണത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ വീട് വെഞ്ചരിക്കാൻ പോയപ്പോൾ കണ്ടൊരു വ്യക്തിയെ ഈശോ നമ്മിലൂടെ വ്യക്തിക്ക് മാമോദിസ കൊടുക്കാനും ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് അയക്കാനും, ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻഡ് എന്നാണ് അന്നത്തെ ആ വർഷത്തെ നമ്മുടെ ഇയർ ഓഫ് ദ ഫെയ്ത്ത് എന്നുള്ള ആ സമയത്ത് അതിൻ്റെ മോട്ടായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ബാപ്റ്റൈസ് ആൻഡ് സെൻഡ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് നമ്മളൊരു വ്യക്തിയെ മാമോദിസം മുക്കി ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് അയക്കാനായിട്ട് ദൈവം ഉപകരണമാക്കി. അപ്പോൾ അതൊരു വലിയൊരു കർത്താവിൻ്റെ കരുതലിൻ്റെയും കർത്താവ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ബോധ്യമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ ബറിയലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്യൂണറലിൻ്റെ സമയത്ത് വളരെ ചടങ്ങുകൾ. ഇപ്പോൾ ഇന്ന് ചിലപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഇവിടെ നമുക്ക് അതിനുള്ള നമ്മുടെ നാട്ടിൽ എടുത്ത് വെക്കാനുള്ള ഇതില്ല. അതുകൊണ്ട് അന്ന് തന്നെയായിരിക്കും ബറിയൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഫ്യൂണറൽ നടത്താറ്. പക്ഷെ പിന്നെ അവർ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും. ഒരു കോഫിൻ എന്ന് പറഞ്ഞാൽ മഞ്ചപ്പെട്ടി പോലും വേവിക്കാനുള്ള കാശില്ലാത്തത് കൊണ്ട് അവർ പിന്നെ മണ്ണിൽ അവർ പൊതിഞ്ഞു വെച്ച് 2-3 ദിവസം അപ്പോൾ ശവശരീരം കേടുവരില്ല എന്നാണ് പറയണത് മൃതശരീരത്തിന്. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇവിടെയൊക്കെ പണ്ട് ചെയ്തിരുന്നതെന്നാണ് കലയരിച്ചനൊക്കെ പറഞ്ഞു കേട്ടുള്ളത്.
ഇപ്പോൾ അവർ ചെയ്യണത് അങ്ങനെ ഒരു ഇതുണ്ട്, മോർച്ചറിക്കായി ഡെവലപ്മെൻറ്റൊക്കെ വന്ന് ചെറിയ ഹോസ്പിറ്റലൊക്കെ വന്ന് അടുത്തുള്ള ഇതിലൊക്കെ. പക്ഷേ അതും അത്ര അടുത്തൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് ശരിക്കുള്ള ഒരു നമ്മൾക്ക് വാർഡൊക്കെ ഉള്ളത് കെടുക്കാൻ പറ്റുന്ന ഹോസ്പിറ്റലൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊന്നുമില്ല. ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ അകലേക്കാണ്. ഇവിടെയുള്ളതൊക്കെ ഡിസ്പെൻസറി അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ക്ലിനിക്കൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ മോർച്ചറി ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒന്നുമില്ല, മച്ചാക്കോസ് എന്ന് പറഞ്ഞ നമ്മുടെ ബിഷപ്പ് ഹൗസൊക്കെ അടുത്തുള്ള അവിടെയുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ ആ മൃതശരീരം അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് അവർ അടുത്തുള്ളവരും എല്ലാ അയൽക്കാരും ബന്ധുക്കളൊക്കെ കൂടി പൈസ കളക്ട് ചെയ്യാണ്. ഇത് വലിയൊരു ആഘോഷമാണ് ഇവർക്ക്, ഇവരുടെ മൃതസംസ്കാരം. അപ്പോൾ അത് ഭംഗിയായിട്ട് അവർ ഒരുക്കി എല്ലാവരും എല്ലാ ദിവസവും വൈകിട്ട് പ്രാർത്ഥന, അവരുടെ വീട്ടിൽ എല്ലാവരും കൂടി പ്രാർത്ഥന, ഉപദേശ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തും. അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ അവർ വരുന്ന ആ അന്നത്തെ ദിവസം ശനിയാഴ്ച ദിവസം അവർക്ക് ആഘോഷം. മിക്കവാറും ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആ ദിവസങ്ങളായിരിക്കും ഈ ഫ്യൂണറൽ നടക്കുക. ആ സമയത്ത് അവരെല്ലാവരും വന്നിട്ട് രാവിലെ ഇവർ ആഘോഷമായിട്ട് വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഈ മൃതശരീരം കൊണ്ടുവരും. മൃതശരീരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പലരും ആളറിയുന്ന വ്യക്തികളൊക്കെ അറ്റ്ലീസ്റ്റ് കുറച്ച് പേര് വന്ന് ആളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് വ്യക്തി ചെയ്തിട്ടുള്ള കുറേയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചെറിയ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അച്ഛനെ വിളിക്കും. അച്ഛൻ വന്ന് അച്ഛൻ ബലി അർപ്പിക്കും. ആത്മാവിന് വേണ്ടി ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ബലി അർപ്പിച്ച് പിന്നെ നമ്മൾ അത് ആ പറമ്പിൽ തന്നെയാണ്. ഒരു പാരിഷിൽ മാത്രമാണ് ആദ്യം ഞാൻ വികാരി എന്ന സ്ഥലത്ത് മാത്രമാണ് വെളിയിൽ മറ്റേ സെമിത്തേരിയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ സെമിത്തേരി എന്നുള്ളത് നെയ്റോബിയിലുള്ളൂ. ഇവിടെ അങ്ങനെ നമുക്ക് ചുറ്റാരും പള്ളിയുടെ അടുത്ത് സെമിത്തേരി ഒന്നുമില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. അപ്പോൾ ആ പറമ്പിൽ അവരെ പറമ്പ് അവിടെ ചിലപ്പോൾ ഒരാളുടെ വീട് ഇവിടെ ആണെങ്കിൽ പറമ്പ് ചിലപ്പോൾ വേറെ ഒരിടത്തുമായിരിക്കും. അപ്പോൾ അവിടെ ആയിരിക്കും ഈ ബലിയിൽ നടക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിൽ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ കുർബാന ചൊല്ലി അവിടെ നമ്മൾ ബലിയ സ്ഥലത്തേക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ബറി ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് അവർ വന്ന് ഭക്ഷണമുണ്ട്. അന്നത്തെ ദിവസമാണ് അവരുടെ ഭക്ഷണം അന്ന് തന്നെ. നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കം അങ്ങനെ കണ്ടിട്ടുള്ളൂ അന്നത്തെ ദിവസം. നമ്മൾ പിന്നെ വേറെ 7 ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ സാധാരണ പറയും, നമ്മുടെ നാട്ടിലത്തെ ചെറിയൊരു ആശയം ഞാൻ ഇവിടെ പറയാറുള്ളത്, ഇപ്പം ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും ഞാൻ പറയും, നമ്മൾ ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കരുത്. നമ്മളൊരു 41 ദിവസം ഈ വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ അന്ന് വന്ന് പള്ളിയിൽ ബലിയിൽ പങ്കെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പേര് അത് പറഞ്ഞത് വളരെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന നല്ല മനസ്സുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് പേര് അത് ഓർത്തിരുന്നിട്ട് 41-ാം ദിവസം വന്ന് കുർബാന ബുക്ക് ചെയ്തിട്ട് അച്ഛനെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി കുർബാന ചൊല്ലിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടിയും ഇത് കിട്ടാണ്, എൻകറേജ്മെൻറ്റ് കിട്ടാണ്. കാരണം നമ്മൾ പറയുന്ന അവർ സ്വീകരിക്കുന്നു, അതിലൂടെ നമ്മൾ ആത്മാക്കളെ നേടുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ ബറിയൽ സെറിമണി അത് വളരെ ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ചിലപ്പോൾ നമുക്കറിയാം ചില തർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീടുകൾ തമ്മിൽ വിഭജിക്കുന്ന അത് നമ്മുടെ ഇവിടെയും കാണാൻ നമുക്ക് സാധിക്കും. പക്ഷേ അവിടെ അനുരഞ്ജനത്തിനായിട്ട് പലപ്പോഴും അവർ ഇടവകയിലേക്ക് വികാരിച്ചൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി അത് കഴിഞ്ഞ് അതിന് നന്ദി പറയാനായിട്ട് അവർ വീണ്ടും വിളിക്കും. അച്ഛാ, ഈ ഭവനത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവർ സംസാരിച്ചു. 8 മക്കളുണ്ട് അവരുടെ കുടുംബത്തിൽ. പക്ഷേ ഈ അമ്മച്ചിയുടെ വയസ്സായ അമ്മച്ചി നമുക്കറിയാം, പ്രായം കയറുമ്പോൾ വേണ്ടത്ര രീതിയിൽ അവർക്ക് പരിഗണന കിട്ടിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെ ഓരോ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ദേഷ്യത്തിൽ ഒറ്റയ്ക്ക് കഴിയേണ്ട ഒരു ഗതികളിലാണ് ഇപ്പോൾ ആ അമ്മച്ചി ജീവിക്കുക. അവിടേക്കാണ് ഉപദേശി നേതൃത്വം എടുത്തുകൊണ്ട് നമ്മളെ വിളിച്ചു കൊണ്ടുപോയി എല്ലാവരും വിളിച്ച് ആ ഉപദേശിയുടെ നേതൃത്വത്തിൽ ആൻഡോ എന്നാണ് ആ ഉപദേശിയുടെ പേര്. അവൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി എല്ലാവരും കൊണ്ടുവരാൻ പറ്റാവുന്ന എല്ലാവരും. ഒരാൾ മാത്രമാണ് വരാൻ പാടില്ലാത്ത. അദ്ദേഹം മദ്യം കഴിച്ച് വരാൻ സാധിച്ചില്ല. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവരടുത്ത് വന്ന് അമ്മച്ചിയുടെ വിഷമങ്ങൾ പറഞ്ഞു. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളതിനെ നമുക്ക് ആകെ ദൈവം തന്നിട്ടുള്ള ഒരു ആയുധം, ഇതൊക്കെ തിന്മയുടെ ശക്തികളുടെ പ്രവർത്തനങ്ങളാണെന്ന് നമുക്കറിയാം. കാരണം ഒരുമിച്ചിരുന്ന ഒരു 8 കുടുംബങ്ങളെ ഈ അമ്മച്ചി വളർത്തി വലുതാക്കി കഴിഞ്ഞ് ഇപ്പോൾ ആ മക്കളും മരുമക്കളൊക്കെ വേറെ വിഘടിച്ച് പോവുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ തിന്മയുടെ ശക്തി ഉണ്ടെന്ന്. ദൈവം എവിടെയുണ്ട് അവിടെയൊക്കെ നമ്മൾ ഒരുമയുണ്ടാകും. ഒരുമയില്ലാത്ത സ്ഥലത്തൊക്കെ തിന്മയുടെ ശക്തി ഉണ്ടോ അവിടെ.
അപ്പോൾ അവിടെ നമ്മൾ പ്രയോഗിക്കാവുന്ന ഏറ്റവും നല്ല ആയുധം ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. അപ്പോൾ ബൈബിളിലൂടെ വചനങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞ് അതിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്യം ഈ ലോകമല്ല സ്വർഗമാണെന്നുള്ള ബോധ്യവും അതിനുവേണ്ടി നമ്മൾ ക്ഷമിക്കാതെ നമ്മൾ വെറുപ്പും വൈരാഗ്യമൊക്കെ വെച്ച് പുലർത്തിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്വർഗരാജ്യം നമ്മൾ നഷ്ടപ്പെടുന്നുള്ള ബോധ്യം അവർക്ക് നൽകി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പരസ്പരം ക്ഷമിക്കുവാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ, നമുക്കറിയാം തിന്മയുടെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ നിന്നാണ് ആദ്യം എല്ലാവരും അകറ്റുക. അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകാനും കുറച്ച് പേരൊക്കെ പള്ളിയിലും പോകാറില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തന്നെ കുഞ്ഞുമക്കൾ രണ്ട് കുഞ്ഞുമക്കളുടെ മാമോദീസ നടത്തി ഒരു വയസ്സായ 2 കുട്ടികളെ നമ്മൾ കണ്ടു. അവിടെ അവർ മാമോദീസ നോക്കിയിട്ടില്ല. അപ്പോൾ അത് അവൻ്റെ തിന്മയുടെ ശക്തി വരുമ്പോൾ ഉണ്ടാകാവുന്ന സംഗതികളാണത്. അപ്പോൾ അതിനെക്കുറിച്ച് ബോധ്യം നൽകി അവരെ ദൈവത്തിലേക്ക് അടിക്കാൻ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ അതിൻ്റെ ആവശ്യകതയൊക്കെ നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ബുദ്ധി തെളിയുകയും അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യം മനസ്സിലായി അവർ പരസ്പരം ക്ഷമിക്കാനായിട്ട് തയ്യാറാകുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും വളരെ സന്തോഷം. അമ്മയുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് വരുന്നത് കാണാൻ സാധിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ റെഡിയാണോ അച്ഛാ, ഞങ്ങൾ വന്ന് ഞങ്ങളുടെ രീതിയിൽ. അതുപോലെ തന്നെ അമ്മയുടെ നിന്ന് അനുഗ്രഹം, നമ്മുടെ നാട്ടിലത്തെ ഞാൻ പറഞ്ഞത് മക്കൾ വന്ന് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങുന്നു അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ മാതാപിതാക്കൾ അനുഗ്രഹിച്ചാണ് അവരിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾ ചെയ്യാറുണ്ട് അച്ഛാന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾ ചെയ്യണം, കാരണം അപ്പോഴാണ് അവർ തമ്മിൽ ഒരുമിച്ച്. അപ്പോൾ അവർ ഓരോരുത്തരും മുതിർന്നവർ തുടങ്ങി ഓരോരുത്തർ വന്ന് മരുമക്കളാണ് ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ ആദ്യം തുടങ്ങട്ടെ. അങ്ങനെ മരുമക്കൾ ആദ്യം വന്ന്, കാരണം അവരായിട്ടാണ് പെട്ടെന്ന് നമുക്കറിയാം മരുമക്കളും അമ്മായിയമ്മയും തമ്മിലാണ് പ്രശ്നങ്ങൾ ആദ്യം തുടങ്ങുക. അപ്പോൾ അവർ ഏറ്റവും മുൻകൈ എടുത്ത് മുന്നോട്ട് വന്ന് മാപ്പ് ചോദിക്കാനും അത് തന്നെ ഒരു നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി.